2019 സ്കീം S5 കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് എക്സാം. ഇന്ന് എക്സാം കഴിഞ്ഞു. 2025 നവംബർ മാസത്തെ എക്സാം ആയിരുന്നു ഇന്ന് കഴിഞ്ഞത്. ക്വസ്റ്റ്യൻ പേപ്പർ വന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ കുഴപ്പമില്ല. കഴിഞ്ഞ ദിവസം ഫ്ലാറ്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോൾ എന്താണോ തോന്നിയത് അതുപോലെ തന്നെയാണ് എനിക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പറും കണ്ടപ്പോൾ തോന്നിയത്. ഞാൻ ഓൾറെഡി ഒരു എക്സാം ടിപ്സ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോസ് നിങ്ങൾ കണ്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് ഒരു 85% മാർക്സ് അവിടെ നിന്ന് നിങ്ങൾക്ക് കിട്ടും. ആ വീഡിയോ കണ്ടിട്ടുള്ള ആൾക്കാർക്ക് അറിയാം. ഞാൻ അതിൽ പറഞ്ഞിട്ടുള്ള ടോപ്പിക്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 85% മേളിൽ മാർക്സ് നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് നോക്കാം ക്വസ്റ്റ്യൻസ് എന്തൊക്കെ നോക്കാം. ആദ്യം പാർട്ട് എയിൽ നോക്കുകയാണെങ്കിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ തന്നെ പ്രോബ്ലം ആണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാൻഡ് വിഡ്ത്ത് ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ചോദിക്കും. അപ്പൊ അതിനകത്ത് തവണ ചോദിച്ചേക്കുന്നത് ത്രൂപുട്ട് ആൻഡ് എഫിഷ്യൻസി ആണ്. മുന്നേ എപ്പോഴോ ഞാൻ ലിങ്ക്സ് ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് ആണ് കണ്ടത്. അതായിരുന്നു ഒരു ക്വസ്റ്റ്യൻ പ്രോബ്ലം വന്നിട്ടുണ്ടായിരുന്നു ബാൻഡ് വിഡ്ത്ത് ബേസ് ചെയ്തിട്ട്. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഡിഫറെന്റ് മോഡ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. നമുക്ക് അറിയാവുന്നതാണ്, ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഡിഫറെന്റ് മോഡ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ സിംപ്ലക്സ്, ഹാഫ് ഡ്യൂപ്ലക്സ്, ഫുൾ ഡ്യൂപ്ലക്സ് അതാണ് കേട്ടോ. അതായിരുന്നു. നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ വന്നേക്കുന്നത് ഹാമിംഗ് ഡിസ്റ്റൻസ്, എറർ ഡിറ്റക്ഷൻ കറക്ഷൻ, ഹാമിംഗ് ഡിസ്റ്റൻസിന് സിഗ്നിഫിക്കൻസ് ആണ്. അത് CRC അല്ലെങ്കിൽ എറർ ഡിറ്റക്ഷൻ കറക്ഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഈസി ആയിരിക്കും. അത് എല്ലാവരും പഠിക്കണമെന്നില്ല. സോ നമ്മൾ അതിലേക്ക് പോകേണ്ടതാണ്. അത് ലാസ്റ്റിലേക്കാണ് പോകാൻ പറഞ്ഞിരുന്നത്. ഞാൻ മാക് പഠിക്കണം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡാറ്റ ലിങ്ക് ലെയറിന്റെ സബ് ലെയർ ആണ് മാക് മസ്റ്റ് ആയിട്ട് പഠിക്കണം. CSMA/CD, CSMA/CA, അതുപോലെ മാക്കിനകത്ത് വരുന്ന ഓൺ പെർസിസ്റ്റന്റ്, പി പെർസിസ്റ്റന്റ്, അങ്ങനെ കുറച്ച് ടോപ്പിക്സ് പഠിക്കണം എന്ന് മസ്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ നിങ്ങൾക്ക് മാക് ചോദിച്ചിട്ടുണ്ട്. ഫോർത്ത് ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ദ ഫംഗ്ഷൻ ഓഫ് മാക് sublayer and how it regulates access to shared transmission medium. മാക് എന്താണെന്ന് ചോദിച്ചേക്ക്. മാക് എന്താണെന്ന് മാക്കിന്റെ ഫംഗ്ഷൻസ് എഴുതേണ്ടത്. എനിക്ക് തോന്നുന്നു ഈ മാക്കിന്റെ ക്വസ്റ്റ്യൻ അടുത്ത SA ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. മൊഡ്യൂൾ 2-നകത്ത്, മൊഡ്യൂൾ 2-ന്റെ SA പാർട്ടിനകത്ത് 13 ആണ് മൊഡ്യൂൾ 2-ന്റെ SA പാർട്ട്. അതിൽ 14th ക്വസ്റ്റ്യൻ മാക് തന്നെ ചോദിച്ചേക്കുന്നത്. CSMA/CA കൊളിഷൻ അവോയ്ഡൻസ് ആണ് ചോദിച്ചേക്കുന്നത്. CSMA/CD, CSMA/CA ഇത് രണ്ടും ഇമ്പോർട്ടന്റ് ആണ്. ഇത് എന്തായാലും മാക് ഷുവർ ക്വസ്റ്റ്യൻ ആണ് എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അവിടെ വീണ്ടും ചോദിച്ചിട്ടുണ്ട്. അതായത് മാക് എന്ന ടോപ്പിക് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 6+3 9 മാർക്സ് നിങ്ങൾക്ക് അത് മാത്രം സ്കോർ ചെയ്യാൻ പറ്റും. ഞാൻ തിരിച്ചു വരുന്ന മൊഡ്യൂൾ പാർട്ട് എയിലേക്ക് തിരിച്ചു വരുമ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 5 ഒക്കെ നമ്മൾ പറഞ്ഞിട്ടില്ല. ക്വസ്റ്റ്യൻ നമ്പർ 5, 6 ഒക്കെ മൊഡ്യൂൾ 3 ആണ്. ഞാൻ മൊഡ്യൂൾ 3 ഏറ്റവും ലാസ്റ്റ് പഠിക്കാനാണ് പറഞ്ഞത്. മൊഡ്യൂൾ 1, 5, 2, 4 ഒക്കെ പഠിച്ചിട്ട് ഏറ്റവും ലാസ്റ്റ് മൊഡ്യൂൾ 3-ലേക്ക് വരാനാണ് പറഞ്ഞത്. ഓക്കെ, സെവൻത് ക്വസ്റ്റ്യൻ തന്നേക്കുന്നത് എന്താ? ARP, RARP പ്രോട്ടോകോൾ. കുറച്ച് പ്രോട്ടോകോൾസ് അവിടെ പഠിക്കാനായിട്ട് ഞാൻ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ പ്രോട്ടോകോൾസിൽ ARPയും RARP വന്നേക്കുന്നത്. ആൻഡ് 8th ക്വസ്റ്റ്യൻ IPv4 ആണ്. IPv4ഉം IPv6. IPv4-ൽ ഡിഫറെന്റ് ക്ലാസസ് ഉണ്ട്. IPv6 ഇത് IP വെർഷൻസ് പഠിക്കണം എന്ന് പറഞ്ഞിരുന്നു. അവിടെ ചോദിച്ചിട്ടുണ്ട്. IPv4-ൽ അണ്ടർ ക്ലാസ് C അഡ്രസ്സിന്റെ ഫോർമാറ്റ് ആണ് ചോദിച്ചേക്കുന്നത്. ഫൈൻഡ് ദ നമ്പർ ഓഫ് നെറ്റ്വർക്ക്സ് അലൗഡ് അണ്ടർ ക്ലാസ് 4. ഇതാണ് 8th ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. ആൻഡ് 9th ക്വസ്റ്റ്യൻ അഗൈൻ UDP TCP. ഇതും ഇമ്പോർട്ടന്റ് ആണ്, മസ്റ്റ് ആയിട്ട് പഠിക്കണം. ലാസ്റ്റ് മൊഡ്യൂളിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് സംഗതിയാണ് TCP, UDP. ഒരാൾ കണക്ഷൻ ഓറിയന്റഡ്, മറ്റേ ആൾ കണക്ഷൻ ലെസ് ആണ്. പിന്നെ അവരുടെ കമ്പാരിസൺ മസ്റ്റ് ആയിട്ട് പഠിക്കണം എന്ന് പറഞ്ഞിരുന്നു. അത് അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. TCP എനിക്ക് തോന്നുന്നു അടുത്ത മൊഡ്യൂൾ, ലാസ്റ്റ് മൊഡ്യൂൾ SA അല്ലേ TCP? അതെ, മൊഡ്യൂൾ 5-നകത്ത് 19th ക്വസ്റ്റ്യൻ, 19th ക്വസ്റ്റ്യൻ TCP ആണ്. TCPയുടെ സെഗ്മെന്റ് ഹെഡർ, അതിന്റെ കണക്ഷൻ എസ്റ്റാബ്ലിഷ്മെന്റ് പ്രോസസ്സ്. ഓക്കെ, അപ്പോൾ TCP, UDP നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൊഡ്യൂൾ 5-ലെ SA ക്വസ്റ്റ്യൻ 19A-യും എഴുതാൻ പറ്റും. പാർട്ട് എയിലും 9th ക്വസ്റ്റ്യൻ എഴുതാൻ പറ്റും. ഓക്കെ, 10th ക്വസ്റ്റ്യൻ DNS. ആപ്ലിക്കേഷൻ ലെയറിൽ കുറച്ച് പ്രോട്ടോകോൾസ് ഉണ്ട്. എന്തൊക്കെയാ? SMTP, SNMP, അതായത് ഇമെയിൽ പ്രോട്ടോകോൾസ് ഉണ്ട്. ഇത് കൂടാതെ ടെൽനെറ്റ്, WWW, അവിടെ അങ്ങനെ കുറച്ച് ടോപ്പിക്സ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ WWW ഒക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ അവിടെ പഠിക്കുന്ന സംഗതിയാണ് DNS. ഓക്കെ, DNS ആണ് ഇവിടെ ചോദിച്ചേക്കുന്നത്. പാർട്ട് എയിൽ DNS ചോദിച്ചു. SA-ൽ അവിടെ ചോദിച്ചേക്കുന്നത് എന്താ? 19th ക്വസ്റ്റ്യനിൽ B, SNMP പ്രോട്ടോകോൾ, അതിന്റെ ബേസിക് കമ്പോണൻസ് ഫങ്ഷൻസ്. അതായത് ആ രണ്ട് ടോപ്പിക്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൊഡ്യൂൾ 5-ന്റെ SA പാർട്ട് 19th ക്വസ്റ്റ്യനിൽ Aയും Bയും കിട്ടും. ഷോർട്ട് ക്വസ്റ്റ്യൻസ് പാർട്ട് എയിലെ 9th and 10th ക്വസ്റ്റ്യൻസ് കിട്ടും. കഴിഞ്ഞില്ല, മൊഡ്യൂൾ 5-ൽ ഒരു SA ഇവിടെ ഉണ്ടല്ലോ, 20th ക്വസ്റ്റ്യൻ. ആ 20th ക്വസ്റ്റ്യനിലും ആപ്ലിക്കേഷൻ ലെയറിലെ എനി 4 ആപ്ലിക്കേഷൻ ലെയർ പ്രോട്ടോകോൾസ് ആണ് എഴുതാൻ ചോദിച്ചേക്കുന്നത്. അതിന്റെ കൂടെ ചോദിച്ചേക്കുന്നത് ഇമെയിലാണ്, ഇമെയിലിന്റെ ആർക്കിടെക്ചർ ആണ്. ഓക്കെ, പക്ഷെ ഇതിലും സിമ്പിൾ ആയിരുന്നു. നമുക്ക് 19th Aയും Bയും. സോ മൊഡ്യൂൾ 5-ലെ 14 മാർക്ക് നമുക്ക് അവിടെ 19th ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്ത 14 മാർക്ക് നമുക്ക് അങ്ങനെ തന്നെ സ്കോർ ചെയ്യാൻ പറ്റും. 5th മൊഡ്യൂളിൽ എക്സാം ടിപ്സ് വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക്
19th ക്വസ്റ്റ്യൻ എസ്എ പാർട്ട് എഴുതാൻ സാധിക്കും. പാർട്ട് എയിലെ 9th and 10th ക്വസ്റ്റ്യൻ 6 മാർക്സ് അവിടെ, അതായത് 20 മാർക്സ് നിങ്ങൾക്ക് മൊഡ്യൂൾ 5 അവിടെ കൺഫേം ആയി. ഓക്കെ, ഈസി അല്ലേ? അപ്പം പാർട്ട് ബിയിൽ മറ്റുള്ള മൊഡ്യൂൾസ് നോക്കുകയാണെങ്കിൽ പാർട്ട് ബിക്കകത്ത് നമുക്ക് മൊഡ്യൂൾ 1 നോക്കുമ്പോൾ അവിടെ എൻകോഡിംഗ് സ്കീംസ് ആണ്, സിഗ്നൽ എൻകോഡിംഗ് സ്കീംസ് ആണ്. അത് ഞാൻ സജസ്റ്റ് ചെയ്തിരുന്നില്ല, ചെയ്യാത്തത് മറ്റൊന്നും കൊണ്ടല്ല, പ്രോബ്ലം ആണ്. NRSET-L, NRSET-I, അതുപോലെ മാഞ്ചസ്റ്റർ, ഡിഫറൻഷ്യൽ മാഞ്ചസ്റ്റർ, അതെല്ലാവർക്കും ഒരുപോലെ പറ്റില്ല, ചിലർക്ക് ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ അതുകൊണ്ട് സജസ്റ്റ് ചെയ്യാതിരുന്നത്. അതിനെ കൂടെ ചോദിച്ചേക്കുന്നത് ടോപ്പോളജിയാണ്, ഷോർട്ട് ക്വസ്റ്റ്യൻ ആണ്, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ 12th ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് OSA മോഡലും TCP റെഫറൻസ് മോഡലും. ഞാനത് എടുത്ത് പറഞ്ഞിട്ടുള്ള കാര്യമായിരുന്നു, നിങ്ങൾ പഠിക്കണം, പഠിക്കാതെ പോകരുത്, ഉറപ്പാണ്. അത് മാത്രമല്ല OSA എന്ന മോഡൽ വെച്ചിട്ടാണ് ഈ സബ്ജക്ട് ത്രൂ ഔട്ട് നമ്മൾ പഠിക്കുന്നത്, ഓരോ ലെയറും പഠിക്കുന്നതൊക്കെ ഇത് വെച്ചിട്ടാണ്. സോ ഈ 2 മോഡൽ പഠിച്ചാലേ ബേസ് കിട്ടത്തുള്ളൂ, പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ നമ്മുടെ 12th A നമ്മുടെ 8 മാർക്സിന്റെ ക്വസ്റ്റ്യൻ അവിടെ സേഫ് ആണ്. 12th B ക്വസ്റ്റ്യൻ എടുക്കുകയാണെങ്കിൽ അവിടെ ചോദിച്ചേക്കുന്നതോ ഗേഡഡ് മീഡിയ, അൺഗേഡഡ് മീഡിയ, അതായത് ട്രാൻസ്മിഷൻ മീഡിയ ഉണ്ടല്ലോ, അത് ത്രൂ വയേർഡും ആകാം അല്ലെങ്കിൽ വയർലെസ്സും ആകാം. വയേർഡിനകത്ത് ട്വിസ്റ്റഡ് പെയർ ഉണ്ട്, കൊയാക്സിൽ കേബിൾ ഉണ്ട്, ഒപ്റ്റിക്കൽ ഫൈബർ ഉണ്ട്. ഇവരുടെയൊക്കെ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ്, അവരുടെ ഒരു സ്ട്രക്ചർ ഡയഗ്രാം ഉണ്ടാവും, പിന്നെ അതിന്റെ ആപ്ലിക്കേഷൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇവിടെ എഴുതേണ്ടത്. സോ അത് 6 മാർക്സ് ആണ്. ഓരോന്നിനും 2 മാർക്ക് വീതമായിരിക്കും അവർ ഡിവൈഡ് ചെയ്ത് പോകുന്നത്. അത് 6 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഈ ഗൈഡഡ് മീഡിയ കൂടാതെ അൺഗൈഡഡ് വയർലെസ് വരുന്നുണ്ട്, അവിടെ നമുക്ക് മൈക്രോവേവ് തുടങ്ങിയ കുറെ കാര്യങ്ങളുണ്ടല്ലോ. അപ്പൊ ഇവിടെ ഗൈഡഡും അൺഗൈഡഡും അത് 6 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അത് എളുപ്പമുള്ള എസ്എ ക്വസ്റ്റ്യൻ ആയിരുന്നു, അത് ഈസി ആയിട്ടുള്ള എസ്എ ക്വസ്റ്റ്യൻ ആണ്. സോ മൊഡ്യൂൾ 1 അനലൈസ് ചെയ്യുകയാണെങ്കിൽ മൊഡ്യൂൾ 1ന്റെ പാർട്ട് ബിയിൽ 12th ക്വസ്റ്റ്യൻ വളരെ ഈസിയാണ്, എയും ബിയും നല്ല ഈസിയാണ്. ഓക്കെ, സോ 12th ക്വസ്റ്റ്യൻ 40 മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. ലാസ്റ്റ് 5th മൊഡ്യൂളിനകത്തും എസ്എ ക്വസ്റ്റ്യൻസ് നമുക്ക് ഈസിയാണ്. 2 മൊഡ്യൂൾ സേഫ് ആയി അല്ലേ? പാർട്ട് എയിലകത്ത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സെക്കൻഡ് ക്വസ്റ്റ്യൻ, 4th ക്വസ്റ്റ്യൻ, 7th ക്വസ്റ്റ്യൻ, 8th ക്വസ്റ്റ്യൻ, 9th ക്വസ്റ്റ്യൻ, 10th ക്വസ്റ്റ്യൻ, ഇത്രയും ക്വസ്റ്റ്യൻസ് നമുക്ക് ഈസിയാണ്, ഡയറക്റ്റ്ലി നമുക്ക് എഴുതാൻ പറ്റുന്നതാണ്. ഇടയ്ക്ക് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രോബ്ലംസും അതുപോലെ തന്നെ നമുക്ക് സ്ഥിരം കേൾക്കുന്ന അല്ലാത്ത ക്വസ്റ്റ്യൻസും ഉണ്ട്. എസ്പെഷ്യലി മൊഡ്യൂൾ 3 ഞാൻ കൂടുതൽ ഇമ്പോർട്ടൻസ് അവിടെ നൽകിയിരുന്നില്ല. സോ അവിടെ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒഴികെ ബാക്കി ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഡയറക്റ്റ്ലി എഴുതാൻ പറ്റുന്നതാണ്. 6th ക്വസ്റ്റ്യൻ എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ. സോ പാർട്ട് എ അനലൈസ് ചെയ്യുമ്പോൾ അത് അത്യാവശ്യം ഒരു ഔട്ട് ഓഫ് 10 7 ക്വസ്റ്റ്യൻസ് വരെ നമുക്ക് എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. പാർട്ട് ബി എടുക്കുമ്പോൾ മൊഡ്യൂൾ 1 എസ്എ സേഫ് ആണ്, മൊഡ്യൂൾ 5ന്റെ എസ്എയും സേഫ് ആണ്. ഓക്കെ, ദെൻ മൊഡ്യൂൾ 2 നോക്കുകയാണെങ്കിൽ പ്രോട്ടോകോൾസ് ആണ്. HDLC പ്രോട്ടോകോൾ പഠിക്കണമെന്ന് പ്രത്യേകിച്ച് പറഞ്ഞിരുന്നത് HDLC പ്രോട്ടോകോൾസ്, അതിന്റെ ഫ്രെയിം ഫോർമാറ്റ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് HDLC കൺട്രോൾ ഫ്രെയിംസ്. 13th ക്വസ്റ്റ്യൻ എ ആണ് ഈ പറയുന്നത്. ഇതിന്റെ കൂടെ ചോദിച്ചേക്കുന്നത് 13th ബി എന്താണ്? ഗോ ബാക്ക് ആൻഡ് ARQ പ്രോട്ടോകോൾ, അഗൈൻ പ്രോട്ടോകോൾ. അവിടെ ഞാൻ ഈ പ്രോട്ടോകോൾസ് 2 മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. വിത്ത് സ്യൂട്ടബിൾ ടൈമിംഗ് ഡയഗ്രാം ഷോയിങ് ഡാറ്റ ഫ്രെയിംസ്, അക്നോളജ്മെന്റ് ആൻഡ് റീട്രാൻസ്മിഷൻ. ഒരു ഡയഗ്രാം ഉണ്ട്, നമുക്ക് അക്നോളജ്മെന്റ് ഒക്കെ കിട്ടുന്ന ഒരു ഡയഗ്രാം ഉണ്ട്. ഇത് രണ്ടുമാണ് 13 A and B ചോദിച്ചേക്കുന്നത്. അത് 13th ക്വസ്റ്റ്യൻ ആണെങ്കിൽ A and B ആണെങ്കിൽ 14th ചോദിച്ചേക്കുന്നത് മാക്കിനകത്ത് യൂസ് ചെയ്യുന്ന കരിയർ സെൻസ് മൾട്ടിപ്പിൾ ആക്സസ് കൊളിഷൻ അവോയ്ഡൻസ് ആണ്. CSMA/CA ആണ് 14th A. അതിന് കൂടെ ചോദിച്ചേക്കുന്നത് CRCയുടെ പ്രോബ്ലം ആണ്. ആക്ച്വലി CRCയുടെ പ്രോബ്ലം എല്ലാവർക്കും പറ്റണമെന്നില്ല. 13th ക്വസ്റ്റ്യൻ A and B എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഓക്കെ, അതിന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. ദെൻ മൊഡ്യൂൾ 3 നോക്കുകയാണ്. മൊഡ്യൂൾ 3ലേക്ക് പോകണ്ട, മൊഡ്യൂൾ 4ലേക്ക് പോവാം. മൊഡ്യൂൾ 3 ഹോൾഡ് ചെയ്തതാണ് കേട്ടോ. എല്ലാം കൂടെ പഠിച്ചു തീർക്കാൻ ബുദ്ധിമുട്ടല്ലേ, വലിയ സബ്ജക്റ്റിൽ ഏതാ, അതുകൊണ്ട് മൊഡ്യൂൾ 3 ഹോൾഡ് ചെയ്യുന്നതാണ്. മൊഡ്യൂൾ 4ലേക്ക് പോവുകയാണെങ്കിൽ മൊഡ്യൂൾ 4ൽ 18th ക്വസ്റ്റ്യൻ, അവിടെ ഞാൻ കുറച്ച് പ്രോട്ടോകോൾസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനകത്ത് OSPF, DHCP, ഈ 2 പ്രോട്ടോകോളാണ് 18th ക്വസ്റ്റ്യനിൽ എയിലും ബിയിലുമായിട്ട് ചോദിച്ചേക്കുന്നത്. അഗൈൻ 14 മാർക്ക് സേഫ് ആയി. അതായത് നമ്മുടെ എക്സാം ടിപ്സ് വീഡിയോയ്ക്കകത്ത് പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ മൊഡ്യൂൾ 5-നകത്തുള്ള 14 മാർക്കിന്റെ ക്വസ്റ്റ്യൻ, മൊഡ്യൂൾ 4-നകത്ത് 14 മാർക്കിന്റെ ക്വസ്റ്റ്യൻ, ദെൻ മൊഡ്യൂൾ 2-നകത്ത് 13th ക്വസ്റ്റ്യൻ AB, അവിടെ അഗൈൻ 14 മാർക്ക് ക്വസ്റ്റ്യൻ, 3 എസ്എ ആയി. ആൻഡ് മൊഡ്യൂൾ 1-നകത്ത് 12th ക്വസ്റ്റ്യൻ, 12th A ക്വസ്റ്റ്യൻ, അവിടെ 8 മാർക്ക്. അതായത് 14 മാർക്കിന്റെ 3 എസ്എയും ഒരു എസ്എയിൽ 8 മാർക്ക്. ഓക്കെ, എത്ര മാർക്കായി നിങ്ങൾക്ക്? 14 മാർക്കിന്റെ 3 എസ്എ ആയപ്പോൾ 42 മാർക്കായി. 12th A 8. സോ 50 മാർക്സ് എസ്എ ക്വസ്റ്റ്യനിൽ നമ്മൾ പറഞ്ഞു. ആക്ച്വലി മൊഡ്യൂൾ 3 ഞാൻ ഇപ്പോഴും നോക്കിയിട്ടില്ല, മൊഡ്യൂൾ 3 നോക്കട്ടെ. മൊഡ്യൂൾ 3-ക്കകത്ത് 16th ക്വസ്റ്റ്യൻ ലിങ്ക് സ്റ്റേറ്റ് റൂട്ടിംഗ് അൽഗോരിതം, കൂടെ ചോദിച്ചേക്കുന്നത് മൾട്ടി കാസ്റ്റ് റൂട്ടിംഗ്. ആക്ച്വലി 16th ക്വസ്റ്റ്യൻ ഈസിയാണ്. അതുപോലെ 15-ലാണെങ്കിലും QoS ആണ്. ഓക്കെ, അത് എല്ലാവരും പഠിച്ചോ ഇല്ലെന്ന് എനിക്ക് അറിയില്ല, ഞാനും ആ മൊഡ്യൂൾ വലിയതായിട്ട് റെക്കമെൻഡ് ചെയ്തിരുന്നില്ല. ഓക്കെ, എന്താണേലും 50 മാർക്സിന്റെ എസ്എ പാർട്ട് കിട്ടി നിങ്ങൾക്ക്. ഈ 50 മാർക്സിന്റെ എസ്എ പാർട്ടിന്റെ കൂടെ പാർട്ട് എക്കകത്ത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സെക്കൻഡ് ക്വസ്റ്റ്യൻ, 4th ക്വസ്റ്റ്യൻ, 7th ക്വസ്റ്റ്യൻ, 8th ക്വസ്റ്റ്യൻ, 9th ക്വസ്റ്റ്യൻ,
10th ക്വസ്റ്റ്യൻ, അതായത് 7 ക്വസ്റ്റ്യൻസ്, 73-21 71 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് അതിനകത്തുണ്ട്. മൊഡ്യൂൾ 3-ക്കകത്തും 16th ക്വസ്റ്റ്യൻ, 16 10 മാർക്സ് ആണ്. അപ്പം 81 മാർക്സിന്റെ ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. 81 മാർക്സിന് മേലെ വന്നേക്കുന്നതിൽ മേലെ ഉണ്ട്, 15-ലൊക്കെ ഉണ്ട്. ഈ ഇത്രയും മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആക്ച്വലി ഞാൻ ഇപ്പം ഫുൾ മാർക്ക് സ്കോർ ചെയ്യാന്നുള്ളതല്ല, ഈ സബ്ജക്റ്റ് ജയിക്കുക എന്നുള്ളതായിരുന്നു ഞാൻ പ്രയോറിറ്റി നോക്കിയത്. കാരണം എല്ലാവരും ജയിക്കണം, ഈ സബ്ജക്റ്റ് പഠിക്കുന്ന എല്ലാവരും ഈ സബ്ജക്റ്റ് എങ്ങനെയും പാസ്സാകുക എന്നുള്ളതാണ് ഞാൻ ഫോക്കസ് ചെയ്തിരുന്നത്. അതുകൊണ്ടാണ് ഞാൻ മൊഡ്യൂൾ 3-ലേക്ക് കൂടുതൽ ഡെപ്തിലേക്ക് പോകാതിരുന്നത്. പറഞ്ഞ ടോപ്പിക്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഈ സബ്ജക്റ്റ് ജയിക്കാൻ പറ്റും. സബ്ജക്റ്റ് ജയിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. കാരണം ഈ സെമസ്റ്ററിൽ തന്നെ ഏറ്റവും വാസ്റ്റ് ആയിട്ട് വരുന്ന സബ്ജക്റ്റ് ആണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ്. സോ എങ്ങനെയും പഠിച്ചെഴുതുക, എങ്ങനെയും പഠിച്ചത് പാസ്സാകുക എന്നുള്ളതായിരുന്നു എയിം. സോ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ വലിയ കുഴപ്പമില്ലാത്ത ക്വസ്റ്റ്യൻസ് ആണ്. എല്ലാവർക്കും വളരെ ഈസി ആയിരുന്നു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.